കൗമാരദശയിലുള്ള ദേവൻ്റെ പിതാവിൻ്റെ സ്ഥാനമാണ് തന്ത്രിക്ക് കൽപ്പിച്ച് നൽകിയിരിക്കുന്നത്. ആ തന്ത്രി മകനായി സങ്കല്പിച്ചിട്ടുള്ള ദേവൻ്റെ സർവ്വതും വിഴുങ്ങാൻ കൂട്ടുനിൽക്കുക. ശിവശിവ, തന്ത്രി അറിയാതെ അവിടെ ഒന്നും നടക്കില്ല എന്ന് പറയുമ്പോൾ ഇയാൾ അതിലെ മുഖ്യ ആസൂത്രകൻ തന്നെയല്ലേ? ഇയാൾ ആദ്യം ജയിലിലെത്തേണ്ട വ്യക്തി തന്നെയാണ്. ശബരിമല ക്ഷേത്രം സ്വന്തം തറവാട്ട് ക്ഷേത്രമായി കരുതുന്ന ഈ തന്ത്രി കുടുംബം മൊത്തം ഉടായിപ്പോളാണ്. മോഹനെ നമുക്ക് എങ്ങനെ മറക്കാൻ പറ്റും? ദയവ് ചെയ്ത് ഭക്തന്മാർ ഇനിയും ഇവരുടെയൊക്കെ മുന്നിൽ വണങ്ങി നിൽക്കാതിരിക്കുക. 10 പൈസ പോലും ഇവർക്കൊന്നും ദക്ഷിണ കൊടുക്കാതിരിക്കുക. ഇവരൊക്കെ ശ്രീകോവിലെ ബണ്ടിച്ചോറുകളാണ്. അല്ല, ഇയാളെന്തിനാ ഈ അയ്യപ്പൻ്റെ വാജീവാഹനവും എടുത്തുകൊണ്ട് ഇങ്ങരുടെ ഇല്ലത്തേക്ക് പോയത്? എന്നിരുന്നാലും ഈ ഉണ്ണിക്കുണ്ണം പോറ്റിയെ ഈ പത്മകുമാർ എന്നു പറഞ്ഞ ദേവസ്വം പ്രസിഡന്റിനെ നിർദ്ദേശിച്ച ഉന്നത നേതൃത്വത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഈ പപ്പനെന്തിനാ ഞഞ്ഞാവിഞ്ഞ പറയുന്നത്? ഞഞ്ഞാവുഞ്ഞ പറയുന്നതിൻ്റെ കാരണം നമ്മൾക്ക് 2 ദിവസം മുമ്പ് മനസ്സിലായില്ലേ? പപ്പനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കില്ല എന്ന്. അത് തന്നെയാണ് കാരണം. പപ്പൻ വാ തുറന്നാൽ പലരും കുടുങ്ങും, കൊലുങ്ങും. സ്വാമിയേ ശരണമയ്യപ്പ.